Okay, welcome back. ഈ ഫങ്ഷൻസിൻ്റെയൊക്കെ ഗ്രാഫ്സിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ ഉണ്ടാവും നല്ലതാണ്. ഗ്രാഫ്സ് എന്താ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വൈ ആക്സിസും എക്സ് ആക്സിസും വെച്ചിട്ട് പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഫിഗറിനെ പറയുന്നവരാണ് ഗ്രാഫ്സ്. അപ്പം ആദ്യത്തെ പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ ഗ്രാഫ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസ് എടുക്കാം. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ പറയും നിങ്ങൾ y ഈക്വൽസ് എക്സ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. എന്താ പോളിനോമിയൽ ഫംഗ്ഷൻ പറയാൻ കാരണം? എക്സിൻ്റെ പവർ 1 ആണ്, ഡിഗ്രി ഈസ് 1. y ഈക്വൽസ് എക്സ്. y ഈക്വൽസ് എക്സിൻ്റെ ഗ്രാഫ്, ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു എക്സ്? വാട്ട് ഇസ് എ ഗ്രാഫ് of y is equal to x? y is equal to x in the graph ഒന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കുക. y is equal to x in the graph. How to draw the graph? ആദ്യം x ആക്സിസ് വരയ്ക്കുക, പിന്നെ y ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് നമ്മളൊരു എന്താ ഫംഗ്ഷന് എക്സ് മാറുമ്പോൾ y മാറുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു ചെറിയ ബോക്സ് ഉണ്ടാക്കാം, എക്സും വൈയും. ഇനി എക്സിന് കുറച്ച് വാല്യൂസ് കൊടുക്കാം. എക്സ് 0 ആകുമ്പം 1 ആകുമ്പം 2 ആകുമ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ നോക്കാം. എക്സ് 0 ആകുമ്പം വൈയുടെ വാല്യൂ എന്താ? 0. എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 2. ഇസ് ഇറ്റ് നോട്ട്? അപ്പോൾ എക്സ് 1 ആകുമ്പം വൈയുടെ വാല്യൂ അല്ല, എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0. 0 0 ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതാണ് 0 0 ഉള്ള പോയിന്റ്. ഇനി എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. 1 1 ഒരു പോയിൻ്റാണ്. ഇത് 1 ആണ്, ഇത് 1 ആണ്. 1 1 ഒരു പോയിൻ്റാണ്. ഇനി എക്സ് 2 ആകുമ്പോൾ വൈ 2 ആണ്. അപ്പോൾ 2 2 ഒരു പോയിൻ്റാണ്. 2 2 ഒരു പോയിൻ്റാണ്. വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാം, -1 ആണെങ്കിലോ വൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ -1 -1 ഒരു പോയിൻ്റാണ്. ഇതാണ് യോജിപ്പിക്കുക. ഇതാണ് നമ്മൾ y is equal to x എന്നുള്ള ഗ്രാഫ്. The graph of y is equal to x. y is equal to x ൻ്റെ ഗ്രാഫ് എന്താ? ഇതാണ് y is equal to x ൻ്റെ ഗ്രാഫ്. ഇങ്ങനെയാണ്. അതായത് y ആക്സിസ് x ആക്സിസ്, ഇത് y is equal to x ആണ്. എന്താ y is equal to x ൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത? ഈ വരയുടെ മുകളിലുള്ള എല്ലാ പോയിന്റ്, ഈ പോയിന്റ് ഏതാ? 1 1 അല്ലേ? ഈ പോയിന്റ് ഏതാ? 2 2 അല്ലേ? അതായത് ഈ വരയുടെ മുകളിലുള്ള എല്ലാ പോയിന്റിനും ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താ പ്രത്യേകത? എല്ലാ പോയിന്റിനും. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഈ പോയിന്റ് 3 3 ആയിരിക്കും. ഈ പോയിന്റ് എന്താ? 2 2 ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പോയിന്റ് ആണെങ്കിൽ ദിസ് വിൽ ബി 2.5 2.5. അപ്പോൾ ഈ വരയുടെ മുകളിലുള്ള എല്ലാ പോയിന്റിനും പ്രത്യേകം എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എപ്പോഴും സെയിം ആവുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ വരയുടെ മുകളിൽ ഒരു കൂട്ടം പോയിന്റ്സ് ഉണ്ടാവും. എന്താ പോയിന്റ്സ് പ്രത്യേകത? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആവുന്ന ഒരു കൂട്ടം പോയിന്റ്സ്. അപ്പോൾ y is equal to x എന്നുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ y is equal to x മാത്രമല്ല, കുറേ സാധനങ്ങളുണ്ട്. അതിൽ y is equal to x ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ y is equal to x എന്നുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലെ can you draw the graph of വേറൊരു ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. can you draw the graph of y equals x plus 1? ഒന്ന് y equals x plus 1ൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ നോക്കൂ. Can you draw the graph of y equals x plus 1? y equals x plus 1ൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ നോക്കൂ. Can you draw it? y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. ഇപ്പോൾ പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. y equals x plus 1ൻ്റെ ഗ്രാഫ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? y ആക്സിസ് x ആക്സിസ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു പെട്ടി ഉണ്ടാക്കുക. ദിസ് ഇസ് x, ദിസ് ഇസ് y. ഇനി എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ നോക്കുക. എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ നോക്കുക. എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ നോക്കുക. അത്ര മതി. 2 3 പോയിന്റ് മതി. നോ എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? y ഈക്വൽസ് 0 + 1. വൈയുടെ വാല്യൂ 1 ആണ്. എക്സ് 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 + 1 2. എക്സ് 2 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3. വാട്ട് ആർ ദ പോയിന്റ്സ്? എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. അപ്പോൾ 0 1 ഒരു പോയിൻ്റാണ്. 0 1 ഉള്ള പോയിന്റ് ഇതാണ്. അപ്പം ദിസ് ഇസ് 0,
ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, 4 ആണ്. അങ്ങനെ പ്ലോട്ട് ചെയ്യാം. ദിസ് ഇസ് -1, -2, -3 എക്സെട്ര. ദിസ് ഇസ് +1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് സോ ഓൺ. അങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഇനി എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആണ്. 0, 1. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണ്. ദിസ് ഇസ് 0. ഇനി എക്സ് 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. എക്സിൻ്റെ 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2 ആണ്. ഇവിടെയാണ് പോയിന്റ്. 2 ആണെങ്കിൽ 3 ആണ്. 2 ആണെങ്കിൽ 3 ആണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു പോയിൻ്റായി, ഇവിടെ ഒരു പോയിൻ്റായി, ഇവിടെ ഒരു പോയിൻ്റായി. ഇത് യോജിപ്പിക്കാം. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് y equals x plus 1. y equals x plus 1. Can you draw it? y equals x plus 1. അപ്പോൾ y equals x വരച്ചു നമ്മൾ, y equals x plus 1 വരച്ചു. അതായത് ഈ കഴിഞ്ഞ പ്രോബ്ലം y equals x ആയിരുന്നു, ഈ പ്രോബ്ലം എന്തായിരുന്നു? y equals x plus 1 ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിലും സാമ്യമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? y equal to xൻ്റെ ഡിഗ്രിയും 1 ആണ്, y equals x plus 1ൻ്റെ ഡിഗ്രിയും 1 ആണ്. ഇതിന് ഡിഗ്രി 1 ആണ്. ഈ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷനെ വി കോൾ ഇറ്റ് ലീനിയർ ഫംഗ്ഷൻ. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷനെ we call it linear function. Degree 1 ആയിട്ടുള്ള polynomial function we call it linear function. Linear function. Linear function. Every linear function. അപ്പോൾ linear function ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ linear functionനും ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. വാട്ട്സ് ദ പ്രോപ്പർട്ടി? എല്ലാ ലീനിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഓൾ ലീനിയർ ഫംഗ്ഷൻസ് ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ഓൾ ലീനിയർ ഫംഗ്ഷൻസ് ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഈ വർത്തമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഞാൻ വ്യക്തമായിട്ട് എഴുതാം. എ സ്ട്രേറ്റ് ലൈൻ. എല്ലാ ലീനിയർ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു ലീനിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങളൊന്ന് പറയൂ, ഒന്ന് ആലോചിക്കൂ. ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ y equals 4x plus 9. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫ് ആയിക്കോട്ടെ. y equals 4x plus 9. നിങ്ങൾക്കറിയാം ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ ലീനിയറാണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എപ്പോഴും ലീനിയറാണ്, ലീനിയർ ഫംഗ്ഷനാണ്. ലീനിയർ ഫംഗ്ഷൻ ആണോ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. അങ്ങനെ ആലോചിക്കാം. ലീനിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ആലോചിക്കുമോ? എങ്ങനെ ആലോചിക്കാം? y equals 4x plus 9. y ആക്സിസ് വരയ്ക്കുക, x ആക്സിസ് വരയ്ക്കുക. ഹൗ ടു ഡ്രോ ദിസ്? ഒന്ന് ഡ്രോ ചെയ്യാൻ നോക്കൂ. ഇപ്പോൾ പോസ് ചെയ്തിട്ട് ഒന്ന് ഡ്രോ ചെയ്യാം. നിങ്ങൾ നോക്കാം. ഇത് എക്സ്. ആദ്യം ഒരു പെട്ടി ഉണ്ടാക്കുക, എക്സ് എഴുതുക, y എഴുതുക. ഓക്കെ, ഇനി എക്സ് 0 കൊടുക്കാം. കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ സ്ട്രേറ്റ് ലൈൻ ആണെന്ന് അറിഞ്ഞാൽ, ലീനിയർ ആണെന്ന് അറിഞ്ഞാൽ 2 പോയിന്റ് മതി ഒരു വര വരയ്ക്കാൻ. കൂടുതൽ പോയിന്റ്സ് വേണ്ട. ലീനിയർ ആണെങ്കിൽ മാത്രമേ 2 പോയിന്റ് കൊണ്ട് വര വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പം ലീനിയർ ആണെന്ന് അറിഞ്ഞാൽ, ലീനിയർ ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ 2 പോയിന്റ് പോരെ. ഇപ്പോൾ 2 പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. അപ്പോൾ y equals x equal to 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ നോക്കാം. x equal to 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? 9 അല്ലേ? x 0 ആണെങ്കിൽ 4 into 0 plus 9. x 0 ആണെങ്കിൽ എന്താ വിടുക? 4 into 0 plus 9. 4 into 0 0 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 plus 9 or y is equal to 9. ശരിയല്ലേ? അപ്പോൾ y equals 9. ഇനി x 1 കൊടുത്തോളൂ. വാട്ട്സ് ദ വാല്യൂ ഓഫ് y? ദാറ്റ്സ് ഇനഫ്. 2 പോയിന്റ് മതി, ധാരാളമാണ്. ലീനിയർ ആണ്, ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ 2 പോയിന്റ് ധാരാളമാണ്. 1 കൊടുത്താൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് y? 4 into എക്സിന് പകരം 1 കൊടുക്കാം, പ്ലസ് 9. അതാണ് വൈയുടെ വാല്യൂ. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 13.
അപ്പോൾ ഇവിടെ 13 ശരിയല്ലേ? അപ്പോൾ 2 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 2 പോയിന്റ് 0, 9 113. ഇസ് ഇറ്റ് ഓക്കെ? 0, 9 113. അപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കണേക്കുള്ളൂ. അപ്പോൾ ഇത് 5 ആയിക്കോട്ടെ, ഇത് 10 ആയിക്കോട്ടെ, അപ്പോൾ ഇത് 15 ആയിരിക്കും, ഇത് 5 ആണ്, ഇത് 10 ആണ്, ഇത് 15 ആണ്. വിചാരിച്ചോളൂ, ഞാൻ ചെറുതാക്കി വരച്ചാണ്. അപ്പോൾ 0, 9 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇവിടെ ആയിരിക്കും. 113 ഇവിടെ എവിടെയോ 1 ഉള്ളത്, 13 ഇവിടെ ഉണ്ടാവാം അല്ലേ? 13 ഇവിടെ ഉണ്ടാവാം, 13 ഇവിടെ എവിടെയായിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. അല്ലെങ്കിൽ ഈ ഗ്രാഫ് വരയ്ക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. യു ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ലൈക്ക് ദിസ്. y ഈക്വൽസ് 0, 9 113. ഒരു കാര്യം കൂടി ചെയ്യാം. y 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ നോക്കാം. y 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? പുട്ട് y ഈക്വൽ 0. വാട്ട്സ് ദ വാല്യൂ ഓഫ് എക്സ്? പുട്ട് y ഈക്വൽ 0. വാട്ട് യു ഗെറ്റ്? 0 ഈക്വൽസ് 4x പ്ലസ് 9. എക്സിൻ്റെ വാല്യൂ എന്താ? 4x എന്ന് പറയുന്നത് -9 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്താ? -9/4. -9/4. ഇത് വേണമെന്നില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നിർബന്ധമല്ല. -9/4. അപ്പോൾ ക്യാൻ യു ഡ്രോ ദ ഫിഗർ? ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് 10 ആണ്, 5 ആണ്, ഇത് 10 ആണ്. ഇത് 5 ആണ്, ഇത് 10 ആണ്, ഇത് 15 ആണ്. തീർച്ചയായും ഞാൻ ഡ്രോ ചെയ്യണേ, ശ്രദ്ധിക്കണം. ഇനി ക്യാൻ യു ഡ്രോ ദാറ്റ് ഫിഗർ? ദിസ് ഇസ് -5 എക്സെട്ര. അപ്പോൾ 0, 9 എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 9 ആണ്. 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 9. ഇവിടെ പോയിന്റ് 0, 9. ഇനി 113 ഇവിടെ എവിടെയാണ് 1 ഉണ്ടാവുക? ഇവിടെ 2.5, ഇവിടെയാണ് 1 ഉണ്ടാവുക. 113 ഇവിടെയാണ് പോയിന്റ് ഉണ്ടാവുക. ഏകദേശം -9/4. -9/4 പറഞ്ഞാൽ ഏകദേശം 2.5 ഇവിടെ എവിടെ ഉണ്ടാവും അല്ലേ? -9/4 പറഞ്ഞാൽ ഏകദേശം 2.25 അല്ലേ? -9/4 പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ്. 2 പോയിന്റ് സംതിങ് ഇവിടെ എവിടെ ഉണ്ടാവും. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ പേരാണ്, വാട്ട് ഇസ് സ്ട്രേറ്റ് ലൈൻ പേര്? y ഈക്വൽസ് 4x പ്ലസ് 9. ഇതാണ് ഫസ്റ്റ് ഐഡിയ. ലീനിയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ലീനിയർ ആണ് എങ്ങനെയാണ് നോക്കുക? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ ആണെങ്കിൽ ലീനിയർ ആയിരിക്കും. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽ ആണെങ്കിൽ ലീനിയർ ആയിരിക്കും. ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ഹൗ ടു ഡ്രോ ദ സ്ട്രേറ്റ് ലൈൻ? 2 പോയിന്റ് കൺസിഡർ ചെയ്യാം. വെറും 2 പോയിന്റ് കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് യോജിപ്പിച്ചാൽ മതി. ഏറ്റവും നല്ല ഭംഗിയുള്ള 2 പോയിന്റ്സ് കൺസിഡർ ചെയ്താൽ മതി. ഈ പോയിന്റ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. x 0 ആകുമ്പോൾ y എന്താ നോക്കുക, x 1 ആകുമ്പോൾ y എന്താ നോക്കുക. ദാറ്റ്സ് ഇനഫ്. 2 പോയിന്റ് കിട്ടി, 2 പോയിന്റ് യോജിപ്പിക്കാം സ്കെയിലുണ്ട്. ദാറ്റ് ഇസ് എ ഗ്രാഫ്. ഓക്കെ. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ലീനിയർ ആവുന്ന കേസ് പഠിച്ചു. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസിൽ നമ്മൾ എന്ത് പഠിച്ചു? ലീനിയർ ആവുന്ന കേസ് പഠിച്ചു. ഒന്ന് ലീനിയർ ആവുന്ന കേസ്. ലീനിയർ ആവുമ്പോൾ എന്താവും? ഇറ്റ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനിൽ ഫസ്റ്റ് ഡിഗ്രി ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് ലീനിയർ, ആൻഡ് ലീനിയർ ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ. ഇനി നമ്പർ 2. ഇനി പോളിനോമിയൽ ഫംഗ്ഷൻസിൽ ഡിഗ്രി 2 ആണെങ്കിൽ എന്താ സംഭവിക്കാം? ഫോർ എക്സാമ്പിൾ y ഈക്വൽസ് x² മൈനസ് 5x പ്ലസ് x. x² മൈനസ് 5x പ്ലസ് x ഡിഗ്രി 2 ആണെങ്കിൽ. ഡിഗ്രി 2 ആണെങ്കിൽ ഹൗ ടു ഡ്രോ ദറ്റ് ഗ്രാഫ്? അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? x² മൈനസ് 5x പ്ലസ് x. ഓർക്കേണ്ട ഒരു കാര്യം, ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷനെ വി കൻ കോൾ ഇറ്റ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ഡിഗ്രി 2 ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെ വി ക്യാൻ കോൾ ഇറ്റ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. ആ ഫംഗ്ഷനെ വി കോൾ ഇറ്റ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. y ഈക്വൽസ് x² മൈനസ് 5x പ്ലസ് 6 is a quadratic function. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്ലിയർ?
ക്വാഡ്രാറ്റിക്കിൻ്റെ പ്രത്യേകത എന്താ? ഡിഗ്രി 2 ആവണം, പോളിനോമിയൽ ആവണം, ഡിഗ്രി 2 ആവണം. ഇറ്റ് ഷുഡ് ബി ഓഫ് ദ ഫോം ax² + bx + c. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി, ഞാൻ പറഞ്ഞു ലീനിയർ ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതേപോലെ രണ്ടാമത്തെ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി a parabola. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി എ പാരബോള. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എപ്പോഴും ഒരു പാരബോള ആയിരിക്കും. ഇറ്റ് വിൽ ബി എ പാരബോള. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എല്ലായ്പ്പോഴും ഒരു പാരബോള ആയിരിക്കും, എല്ലായ്പ്പോഴും ഒരു പാരബോള ആയിരിക്കും. അപ്പോൾ ഹൗ ടു ഡ്രോ ദ പാരബോള ഓഫ് ദിസ്? എങ്ങനെയാണ് ഇതിൻ്റെ പാരബോള മനസ്സിലാക്കാം, പാരബോള ഗ്രാഫ് വരയ്ക്കാം? ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോള ആയിരിക്കും, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ പാരബോള ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. ഇങ്ങനെ എഴുതാം. എന്താണ്? ഡിഗ്രി 2 ആണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ വിൽ ബി എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. Quadratic function. All quadratic functions the graph will be a parabola. This is a very, very important idea. Degree 2 ആണെങ്കിൽ, ഡിഗ്രി 2 ആണെങ്കിൽ, നമ്മൾ ആദ്യം പഠിച്ച ഡിഗ്രി 1 ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ഡിഗ്രി 2 ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക്, ആ പോളിനോമിയൽ ഫംഗ്ഷൻ പറയുന്നവരാണ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ആൻഡ് ദ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എപ്പോഴും ഒരു പാരബോള ആയിരിക്കും. അങ്ങനെ ആലോചിക്കാം. 1 ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ, 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക്. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. y = x². ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ? കാരണം എന്താ? x² സെക്കൻഡ് ഡിഗ്രിയാണ്, ഡിഗ്രി ഈസ് 2. ഹൗ ടു ഡ്രോ ദ ഗ്രാഫ്? ഒന്നിപ്പോൾ പോസ് ചെയ്തിട്ട് ഒന്ന് ഗ്രാഫ് വരയ്ക്കൂ. y = x². വാട്ട്സ് ദ ഗ്രാഫ്? അപ്പോൾ ആദ്യം നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇറ്റ് ഈസ് എ പാരബോള. ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ മാത്രമേ 2 പോയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 2 പോയിൻറ്റ് വരാം, ഇതിനും കൂടുതൽ പോയിൻറ്റ്സ് വേണം, 3 or 4 പോയിൻറ്റ്സ് വേണം. പക്ഷേ ഈ ഒരു മനസ്സിലുണ്ടാവണം, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോള ആയിരിക്കും ഗ്രാഫ്. ഓക്കെ, y ആക്സിസ് x ആക്സിസ് വരയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? പണ്ടത്തെ പോലെ പെട്ടി ഉണ്ടാക്കാം. x y. ഇനി എക്സിന് വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് പറയാം. സൗകര്യമുള്ള പോയിന്റ്സ് എടുത്താൽ മതി. x 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? ഇഫ് യു പുട്ട് x = 0, വാട്ട്സ് ദ വാല്യൂ ഓഫ് y? 0², ഇറ്റ് ഈസ് 0. x 1 ആണെങ്കിലോ? x 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? y = 1², ഇറ്റ് ഈസ് 1. x -1 ആണെങ്കിലോ? x -1 ആണെങ്കിൽ എന്താ കിട്ടുക? y = -1². What is -1²? It is again 1. അപ്പോൾ -1 ആണെങ്കിലും 1 ആണ്. 2 ആണെങ്കിലോ? സപ്പോസ് x is 2. 2 ആണെങ്കിൽ എന്താ വാല്യൂ വരിക? ഇറ്റ് ഈസ് 2². What is 2²? 4. -2 ആണെങ്കിലോ? -2 ആണെങ്കിൽ വാട്ട്സ് ദ വാല്യൂ? ഇവിടെ -2 കൊടുക്കാം. -2² is also 4. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ്, 2 പോയിൻറ്റ്സ് പോരാ, കുറച്ച് പോയിൻറ്റ്സ് അധികം എടുക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ 2 പോയിൻറ്റ് മതി. പാരബോള ആകുമ്പോൾ 2 പോയിൻറ്റ് പോരാ, കുറച്ചും കൂടി. എന്നാലും നമുക്ക് ആ ഷേപ്പ് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. പാരബോളയാണെന്ന് മനസ്സിലുണ്ടാവണം കേട്ടോ, നല്ല വരയ്ക്കുന്നതിന് മുമ്പേ വേണം. 0 0, അപ്പോൾ ആദ്യ പോയിന്റ് മാർക്ക് ചെയ്തു 0 0. പിന്നെ 1 1, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇവിടെ ആ പോയിന്റ്. -1 1, ഇവിടെയാണ് പോയിന്റ്. ദിസ് ഇസ് -1, ദിസ് ഇസ് 1, ഇതാണ് -1 1. 2 4, ഇത് 2 ആണ്, ഇത് 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, ഇതാണ് 4. അപ്പോൾ 2 4 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. -2 4, ഇവിടെയാണ് പോയിന്റ്.
അപ്പോൾ ഇതാ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് യോജിപ്പിക്കുക. സ്മൂത്തായിട്ടുള്ളൊരു കർവ് കൊണ്ട് യോജിപ്പിക്കുക. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് എക്സ് സ്ക്വയർ. പാരബോളയാണ്. y ഈക്വൽസ് എക്സ് സ്ക്വയർ. y ഈക്വൽസ് എക്സ് സ്ക്വയർ ഇസ് എ പാരബോള ഫേസ്ഡ് അപ്വേർഡ്സ്. അപ്പോൾ അങ്ങനെ എല്ലാ ക്വാഡ്രാറ്റിക് ആണെങ്കിലും ഇറ്റ് വിൽ ബി എ പാരബോള. ഈ പാരബോളയുടെ കണ്ടീഷൻസ് ഒക്കെ പിന്നെ നോക്കാം. അപ്പം പോളിനോമിയൽസിലെ രണ്ട് ഗ്രാഫ്സ് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായിക്കോട്ടെ. ഒന്ന് ലീനിയർ, ഒന്ന് ക്വാഡ്രാറ്റിക്. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ പാരബോള. അപ്പം ലീനിയർ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ പാരബോള. ഓക്കെ, അങ്ങനെ എല്ലാറ്റിനും ഓരോ ഫംഗ്ഷൻസിൻ്റെ പോളിനോമിയൽസ് കുറേ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്. വിൽ ഡിസ്കസ് ഓൺലി 2 ഫംഗ്ഷൻസ്. ഓൺലി 2 ഫംഗ്ഷൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മതി. ലീനിയർ ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ പാരബോള. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടി പറയാൻ നോക്കാം. y ഈക്വൽസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ പാരബോള ഇങ്ങനെ ഉണ്ടാവാം. ഇതിപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം. സപ്പോസ് അടുത്ത ചോദ്യം y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. Suppose the graph y equals minus x square. ചെറിയ വ്യത്യാസമുണ്ട്. y equals x square, y equals minus x square. ഇതും അതേ ക്വാഡ്രാറ്റിക് ആണ്. y equals minus x square എന്നാലും ക്വാഡ്രാറ്റിക് ആണ്. വാട്ട്സ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ? 2 ആണ്. ഹൗ ടു ഡ്രോ ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് വരയ്ക്കും. y equals minus x square ഒന്ന് വരയ്ക്കുമോ? നോക്കട്ടെ, ഒന്ന് വരയ്ക്കൂ. ഇത് y ആക്സിസ്, x ആക്സിസ് വരയ്ക്കാം. ഇതേപോലെ ബോക്സ് ഉണ്ടാക്കിയിട്ട് can you draw that graph? ഇത് x, ഇത് y. x 0 ആകുമ്പോൾ yയുടെ വാല്യൂ എന്താ നോക്കാം. 0 ആകുമ്പോൾ എന്താ കിട്ടുക? -0 സ്ക്വയർ 0. x 1 ആകുമ്പോൾ എന്താ വാല്യൂ വരിക? What happens if x is equal to 1? y equals ഇങ്ങനെ ഇട്ടാ, y equals minus of 1 square. What is minus of 1 square? Minus 1 square ആണ്. Minus of 1 square അല്ല, minus 1 square. It is minus 1 itself. So it is minus 1 അല്ലേ, minus 1. ഇനി suppose it is minus 1. x minus 1 കൊടുത്താൽ എന്താ കിട്ടുക നോക്കാം. y equals minus of minus 1 square. ഇങ്ങനെയാണ്. എക്സിന് പകരം -1 കൊടുക്കുക. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ y ഈക്വൽസ് മൈനസ് ഓഫ് -1 സ്ക്വയർ. വാട്ട് ഇസ് -1 സ്ക്വയർ? 1. ഇറ്റ് ഇസ് -1. അപ്പോൾ ഇവിടെ -1. എക്സ് 2 ആണെങ്കിലോ, സപ്പോസ് എക്സ് ഇസ് ഇക്വൽ ടു 2 ആണെങ്കിൽ എന്താ കിട്ടുക? y ഈക്വൽസ് മൈനസ് ഓഫ് 2 സ്ക്വയർ. വാട്ട് ഇസ് മൈനസ് ഓഫ് 2 സ്ക്വയർ? -2 സ്ക്വയർ. ഇങ്ങനെയാണ്. 2 സ്ക്വയർ ഇസ് 4. ഇറ്റ് ഇസ് -4. ഇവിടെ -4 വരും. What happens? It is -2. -2 ആണെങ്കിൽ എന്താ വരിക? y equals x ന് പകരം -2 കൊടുക്കുക, -2 സ്ക്വയർ. എക്സിന് പകരം -2 കൊടുക്കുക. അപ്പോൾ ഇറ്റ് ഇസ് മൈനസ് ഓഫ്, വാട്ട് ഇസ് -2 സ്ക്വയർ? 4. -4. ഇവിടെ 4 ആണ്, ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ 4 -4. അപ്പോൾ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്യൂ. 0 0 ഒരു പോയിന്റ് ആണ്. നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. 1 2 3 4 -1 -2 -3 -4. ഇവിടെ y ആക്സിസ് മാർക്ക് ചെയ്യുക. 1 2 3 4. ഇത് -1 -2 -3 -4. ഒന്ന് പ്ലോട്ട് ചെയ്യൂ. 0 0 ഒരു പോയിന്റ്. 1 -1 കണ്ടോ? 1 -1 ഇവിടെ അല്ലേ പോയിന്റ് വരിക? x കോർഡിനേറ്റ് 1, y കോർഡിനേറ്റ് ഇസ് -1. 1 -1 -1 -1 ഇതാണ് -1, ഇത് -1. ഇവിടെ പോയിന്റ്. 2 -4 2 -4 ഉള്ള പോയിന്റ് ഇവിടെയാണ്. 2 -4 പോയിന്റ് ഇവിടെയാണ്. -2 4 ഇവിടെയാണ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ്. യോജിപ്പിക്കുക. The graph will be നേരെ
കമുന്നു പോകും. അപ്പോൾ പണ്ട് എന്തായിരുന്നു? മുകളിലേക്കുള്ള പാരബോളയായിരുന്നു. ഇപ്പോഴത്തെ പാരബോള എന്താ? താഴേക്കാണ്. അപ്പോൾ ഈ രണ്ട് പാരബോളാസിൻ്റെ ഗ്രാഫ്സ് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. y ഈക്വൽസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ പാരബോള മുകളിലേക്കാണ്. y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ പാരബോള താഴേക്കാണ് ഫിസിക്കൽ. കോളാമ്പി പോലത്തെ ഒരു സാധനമല്ലേ. അപ്പോൾ അതിൻ്റെ വായ മുകളിലേക്കായിരിക്കും. എക്സ് സ്ക്വയർ y ഈക്വൽസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ താഴെ. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. അതായത് പണ്ട് എന്തായിരുന്നു? y ഈക്വൽസ് എക്സ് സ്ക്വയർ ആയിരുന്നു. y ഈക്വൽസ് എക്സ് സ്ക്വയർ ആകുമ്പം ഗ്രാഫ് മേലേക്കാണ്. y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഗ്രാഫ് താഴേക്കാണ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഏറ്റവും വലിയ ഡിഗ്രി ഏതാ? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആൾ പറയുന്നത് കോഎഫിഷ്യൻറ്റ്. എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആൾ, എക്സ് സ്ക്വയറിൻ്റെ ഇതിന് പറയുന്നത് 1 അല്ലേ എവിടെയുള്ള. അപ്പോൾ ഈ 1 പറയുന്നത് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -1. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? +1. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് ഡൗൺവേർഡ്സ്. അതിൻ്റെ കോളാമ്പിയുടെ വായല്ലേ അത് താഴേക്കായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാകുക. ഇങ്ങനെയാണെങ്കിലോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് അപ്വേർഡ്സ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് ഒന്ന് ഓർക്കുക. എന്താണ് ക്വാഡ്രാറ്റിക് പാരബോളയുടെ പ്രത്യേകത? എന്താ? വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി? എന്താണ്? ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് പോസിറ്റീവ്, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ നെഗറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പം 3 കാര്യങ്ങൾ പഠിച്ചോണം. എന്തൊക്കെയാ? ലീനിയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആവും, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോളയാവും. ഈ പാരബോളയിൽ തന്നെ ക്വാഡ്രാറ്റിക്കിലെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ പാരബോള വിൽ ബി ഫേസ്ഡ് അപ്വേർഡ്സ്, മറ്റൊരാണെങ്കിൽ പാരബോള വിൽ ബി ഫേസ്ഡ് ഡൗൺവേർഡ്സ്. ഓർത്തൂടെ? ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ലീനിയർ ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവും, ക്വാഡ്രാറ്റിക് ആകുമ്പം പാരബോളയാവും. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ പാരബോളയാവും. ആ പാരബോളയിൽ തന്നെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ മേലേക്ക് ഫേസ് ചെയ്യും, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക് ഫേസ് ചെയ്യും. ഇനിയും കുറേ കൂടി കാര്യങ്ങളുണ്ട്, പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. y ഈക്വൽസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് അല്ലേ, അപ്പോൾ മേലേക്കല്ലേ ഗ്രാഫ് ഉണ്ടായ. ഇവിടെ y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ താഴേക്കല്ലേ ഗ്രാഫ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നിങ്ങൾ പാരബോളയാണോ എന്താണ് മുകളിലേക്കാണോ ഫേസ് ചെയ്യുന്നത് താഴേക്കാണോ ഫേസ് ചെയ്യുന്നത് എന്ന് പറയണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മാത്രം മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് മാത്രം നോക്കിയാണ് ഗ്രാഫ്. യു ഹാവ് ടു സേ വെദർ ദ ഗ്രാഫ് ഈസ് ഫേസ്ഡ് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്. അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പറയാം, അതാണ് നന്നാവും. അല്ലെങ്കിൽ ആദ്യം ഇത് പറയാം. ഒന്നാമത്തെ, അപ്പം y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. 2, y ഈക്വൽസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 9. 3, y ഈക്വൽസ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. Number 4, y ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 1. Number 5, y ഈക്വൽസ് 2 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഗ്രാഫിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയൂ, ഇതൊക്കെയാണ് പറയേണ്ടത്. ഇത് പാരബോളയാണോ, യെസ് ഓർ നോ, ഗ്രാഫ് മുകളിലേക്കാണോ താഴേക്കാണോ ഫേസ് ചെയ്തിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇതെല്ലാം ക്വാഡ്രാറ്റിക് ആണ്. ഈ എക്സ്പ്രഷൻസ് എല്ലാം ക്വാഡ്രാറ്റിക്. കാരണം എന്താ? 2 മൈനസ് എക്സ് സ്ക്വയർ എഴുതിയാലും നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 എഴുതി കൂടെ. 2 മൈനസ് എക്സ് സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലേ. എപ്പോഴും നമ്മൾ പോളിനോമിയൽ എഴുതുമ്പം എങ്ങനെ എഴുതുക? ഏറ്റവും വലിയ പവറാണ് ആദ്യം എഴുതുക, പിന്നെ അതിൻ്റെ താഴെയുള്ള പവർ, പിന്നെ അതിൻ്റെ താഴെയുള്ള പവർ, പിന്നെ അവസാനം കോൺസ്റ്റൻറ്റ് ടേം എഴുതും ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ എഴുതാം. അപ്പോൾ 2 മൈനസ് എക്സ് സ്ക്വയർ എന്നാൽ എങ്ങനെയാണ് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുക? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാം.
ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്. ഇത് റീറൈറ്റ് ചെയ്യാം. ഇതിങ്ങനെ റീറൈറ്റ് ചെയ്യാം. യു ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് എങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്ന് പറയൂ. ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യാം? -x² - 4x + 3 ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. അതേപോലെ ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ക്വാഡ്രാറ്റിക് ആണ്. ഇതൊക്കെ ക്വാഡ്രാറ്റിക്. ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇത് ക്വാഡ്രാറ്റിക് ആണ്, ഇതും ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഗ്രാഫും പാരബോളയാണ്. All the 5 expressions, the graph will be a parabola. Okay. ഇതിൻ്റെ x² കോഎഫിഷ്യൻ്റ് 1 ആണ്, പോസിറ്റീവ് ആണ്. The graph will be faced upwards. ഇങ്ങനെയൊക്കെ ഗ്രാഫ് ഉണ്ടാവും. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഡ്രോൺ ടു സ്കെയിൽ അല്ല, എന്തായാലും മുകളിലേക്കായിരിക്കും. ഗ്രാഫ് വരച്ചാൽ അതിൻ്റെ ഗ്രാഫ് എപ്പോഴും മേലോട്ടായിരിക്കും. ദ ഗ്രാഫ് വിൽ ബി ഫേസ് അപ്വേർഡ്സ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? കണ്ടോ, x² കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ദ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് ഡൗൺവേർഡ്സ്. താഴേക്കായിരിക്കും ഫേസ് ഉണ്ടാവുക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഗ്രാഫ് വിൽ ബി ഫേസ് ഡൗൺവേർഡ്സ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? x² കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഗ്രാഫ് വിൽ ബി ഫേസ് ഡൗൺവേർഡ്സ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? y = x² + 1. ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് അപ്വേർഡ്സ്. കാരണം x² കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്വേർഡ്സ്. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഡൗൺവേർഡ്സ്. മനസ്സിലായോ? ദിസ് ഇസ് ഐഡിയ. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? അതാണ് ഇതിൻ്റെ അർത്ഥം. കോഎഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവ് ആണെങ്കിൽ, കോഎഫിഷ്യൻ്റ് ഓഫ് x² പോസിറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് അപ്വേർഡ്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് x² നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് ഡൗൺവേർഡ്സ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ, പോളിനോമിയൽസിലെ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ സ്ട്രേറ്റ് ലൈൻ. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ഓൾവേസ് എ പാരബോള. അതിൽ x² കോഎഫിഷ്യൻ്റ് y = x² ആണോ? അപ്പോൾ അതിൽ x² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് അപ്വേർഡ്സ്. നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി ഫേസ്ഡ് ഡൗൺവേർഡ്സ്. ക്ലിയർ ആണോ അത്? റൈറ്റ്, ക്ലിയർ ആണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ ഞാൻ രണ്ടും കൂടി പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. വേഗം പറയണതിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. നൗ വിൽ ഡിസ്കസ് സം ലീനിയർ ഫംഗ്ഷൻസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് ഗ്രാഫ്. നിങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ലീനിയർ ഫംഗ്ഷൻ ആണോ, ഗ്രാഫ് എന്താണ്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണോ, ഗ്രാഫ് എന്താണ് എന്ന് പറയണം. ഗ്രാഫ് എങ്ങനെയാണെന്നും പറയണം. ഒന്ന് പോസ് ചെയ്ത്, ഇപ്പോൾ പോസ് ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി. y = 3x + 9, y = 4x + 2, y = x - 3, y = 4 - 5x, y = x² + x + 1, y = 3 - x², y = 4x - 2 and 8, y = 3 - 4x - x². ഇപ്പോൾ ഇവിടെ പോസ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്രാഫ്സ് സ്ട്രെയിറ്റ് ലൈൻ ആണോ, എന്താണ് പാരബോളയാണോ എന്ന് പറയണം. പാരബോളയാണെങ്കിൽ അത് മുകളിലേക്കാണോ താഴേക്കാണോ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയണം. ഓക്കെ, നൗ വിൽ ഡിസ്കസ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ, ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്തുകൊണ്ടാണ് ലീനിയർ പറയുന്നത്? ഫസ്റ്റ് ഡിഗ്രി ആണ്. പോളിനോമിയൽ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ലീനിയർ ആണ്. ഇതോ ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ലീനിയർ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ക്വാഡ്രാറ്റിക് ആണ്, ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ എന്താവും? പാരബോളയായിരിക്കും. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോളയായിരിക്കും. ഇവിടെ x² ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണ്, അപ്പോൾ ഫേസ്ഡ് അപ്വേർഡ്സ്. പാരബോള ഫേസ്ഡ് അപ്വേർഡ്സ്. ഇത് ക്വാഡ്രാറ്റിക് ആണ്. ദിസ് ഇസ് ക്വാഡ്രാറ്റിക്. x² ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്, അപ്പം പാരബോളയാണ്, ഫേസ്ഡ് ഡൗൺവേർഡ്സ്. ഇവിടെ 4x - 2 ലീനിയർ ആണ്, ലീനിയർ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതോ പാരബോളയാണ്, ക്വാഡ്രാറ്റിക് ആണ്. ദിസ് ക്വാഡ്രാറ്റിക് പാരബോളയാണ്, ഫേസ്ഡ്. ഇവിടെ x² ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്, അപ്പോൾ ഫേസ്ഡ് ഡൗൺവേർഡ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. ഓക്കെ, ഇതിൽ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു? പോളിനോമിയൽ ഫങ്ഷൻസിൽ ലീനിയർ ആണെങ്കിൽ
Okay, cut here. Okay, now we'll discuss one more thing. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോളിനോമിയൽ ഫംഗ്ഷനിൽ ലീനിയർ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോള. ഇതിൽ തന്നെ ലീനിയറിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സപ്പോസ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സപ്പോസ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കാം? സപ്പോസ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആച്ചോ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ വാട്ട്സ് എ ഗ്രാഫ്? എന്തായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക? സപ്പോസ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, നൗ വിൽ ഡിസ്കസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കൂടി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ലീനിയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു, പിന്നെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. നൗ വിൽ ഡിസ്കസ് ദ ഗ്രാഫ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇപ്പോൾ y ഈക്വൽസ് 5 ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? എങ്ങനെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക? നോക്കുക, പണ്ടത്തെ പോലെ തന്നെ എക്സ് എഴുതുക, വൈ എഴുതുക. എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താ? എക്സ് 0 ആകുമ്പോൾ ഇവിടെ എക്സ് ഇല്ല. എക്സ് എന്ത് തന്നെ ആയാലും ഇപ്പോൾ y ഈക്വൽസ് 5 എന്ന് പറഞ്ഞാൽ അതാ മനസ്സിലാക്കണം, ദർ ഇസ് നോ എക്സ്, എക്സ് ഇല്ല. അപ്പോൾ എന്താവും? എക്സ് എന്ത് വാല്യൂ കൊടുത്താലും വൈയുടെ വാല്യൂ എന്താ? 5 തന്നെയാണ്. അപ്പോൾ ഇത് 5 ആണ്. എക്സ് 1 ആണെങ്കിലും 5 ആണ്, എക്സ് 2 ആണെങ്കിലും 5 ആണ്. എക്സ് എന്ത് തന്നെ ആയാലും 5 തന്നെയാണ്. അപ്പം എക്സ് 0, 5 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? 0. ദിസ് ഇസ് 1, 2, 3, 4, 5. ഇതാണ് 5 എന്നുള്ള പോയിന്റ്. അപ്പോൾ എക്സ് 0 ആകുമ്പം 5 ആണ്, ഇതാണ് പോയിന്റ്. 1 ആകുമ്പോൾ 5 ആണ്, ഇതാണ് പോയിന്റ്. 2 ആകുമ്പോൾ 5 ആണ്, ഇതാണ് പോയിന്റ്. -1 ആകുമ്പോഴും 5 ആണ്. അപ്പോൾ ഇതാണ് സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇതാണ് ഗ്രാഫ് ഓഫ് y ഈക്വൽസ് 5. അപ്പോൾ അതും ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പം ലീനിയർ ആണെങ്കിലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയാലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. എന്താണ്? ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പം ഈ 3 കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി റീട്രേറ്റ് ചെയ്യുക. എന്താണ്? ലീനിയർ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, പിന്നെ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പാരബോള ആയിരിക്കും. ഒരു ഗ്രാഫ്, ഒരു എക്സ്പ്രഷൻ, പോളിനോമിയൽ എക്സ്പ്രഷൻ ലീനിയർ ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ the graph will be a parabola. It will be faced upwards if coefficient of x square is positive. It will be faced downwards if coefficient of x square is negative. The constant function and the graph will be a straight line. It will be parallel to x-axis. Parallel to x-axis. Okay. പിന്നെ trigonometric functions ഉണ്ട്, പിന്നെ exponential functions. Trigonometric functionൻ്റെ ഗ്രാഫ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു, ഇതിൻ്റെ 2 ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. ആൾജിബ്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തിട്ടില്ല, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തിട്ടില്ല. ആ ഗ്രാഫ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് സ്റ്റേജ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. എന്താ? ഇത് സ്ട്രേറ്റ് ലൈൻ ആണ്. ഇനി നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൂടി ഡിസ്കസ് ചെയ്താൽ നമുക്ക് ആ ഭാഗം തീർക്കാം. വാട്ട് ഇസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഗ്രാഫ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. വാട്ട് ഇസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ? വാട്ട് ഇസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ? ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. y ഈക്വൽസ് k raised to x. 2 raised to x ആവാം, 3 raised to x ആവാം, 4 raised to x ആവാം. It is all the form a raised to x. A is some number. A should not be negative. A negative ആവരുത്, പോസിറ്റീവ് ആവണം. A should be, cannot be 0 also. 0 ആയത് 0 ആയി പോകും. അപ്പോൾ A പോസിറ്റീവ് ആവണം. A പോസിറ്റീവ്. അപ്പോൾ y is equal to a power x. അതിനാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. y ഈക്വൽസ് a raised to x. We call exponential function. ഇതിപ്പം എക്സാമ്പിൾ പറയാം. y ഈക്വൽസ് എക്ക് പകരം 2 ആച്ചോളൂ, 2 raised to x. y ഈക്വൽസ് 2 raised to xൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുക? ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് 2 raised to x? നോക്കാം, ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ് വിചാരിച്ചോളൂ. ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് 2 raised to x? നോക്കാം നമുക്ക്. ഓക്കെ, y ഈക്വൽസ് 2 raised to x. x 0 ആകുമ്പം എന്താ വാല്യൂ വരിക? സപ്പോസ് x is equal to 0. x 0 ആകുമ്പോൾ yയുടെ വാല്യൂ എന്താ? y ഈക്വൽസ് 2 raised to 0. What is 2 raised to 0? 1.
അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 1. നൗ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് 1 ആകുമ്പോൾ എന്താ വരിക? 2 raised to 1, y equals 2. Now suppose y x equals 2, x equals 2 ആകുമ്പം 2 സ്ക്വയർ ആകും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ? 4. ഇത് ഓക്കെ? ഒരു പോയിന്റ് കൂടി എടുക്കാം. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു -1. Suppose x is equal to -1. What is the value of y? It is y equals 2 power. X ന് പകരം -1 ആണെങ്കിൽ 2 power -1. What is 2 power -1? It is 1/2. ഇത് 1/2 ആണ്. ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് കിട്ടി. ഏതൊക്കെ പോയിന്റ്സ്? 0, 1, 1, 2, 2, 4, -1, half. ഒന്ന് അത് പ്ലോട്ട് ചെയ്യാൻ നോക്കൂ. Can you plot that? 0, 1. ഇതാണ് 0, ഇതാണ് 1. അല്ലേ? ഇത് 0 ആണ്. 1, 2, 3, 4. ഇത് -1, -2, -3, -4. ഇത് +1, +2, +3, +4. This is -1, -2, -3, -4. ഇനി 0, 1. 0, 1 ആകുമ്പോൾ പോയിന്റ് ഇതാണ്. ഞാൻ വേറെ ഇങ്കിൽ മാർക്ക് ചെയ്യാം. This is 0, 1. ഇനി 1, 2. ഇത് 1 ആണ്, ഇത് 2 ആണ്. This is 1, 2. Is it okay? 1, 2. ഇനി 2, 4. 2, 4 ആണ്. 2, 4. ഇതാണ് പോയിന്റ്. 2, 4. -1 half. ഇതാണ് -1. ഹാഫ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെയാണ് പോയിന്റ്. അപ്പോൾ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഏകദേശം ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഇതിവിടെ തൊടാൻ പാടില്ല. എക്സ് ആക്സിസിനെ തൊടില്ല. ഇത് തൊട്ടില്ല മാതിരി ഇങ്ങനെ പോകും. ഇത് ഇങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതോറും ഇതിങ്ങനെ എക്സ് ആക്സിനോട് ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരും. പക്ഷേ എക്സ് ആക്സിസായിട്ട് മുട്ടില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് ആയതുകൊണ്ട് ഞാൻ വരച്ചതാണ്. y ഈക്വൽസ് a raised to x. a പോസിറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ചൂടെ? a raised to x എക്സ്പോണൻഷ്യൽ. കണ്ടോ? ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യും പോലെയാണ് എക്സ്പോണൻഷ്യൽ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് മുകളിൽ പോയിട്ട് ഇങ്ങനെ എടുക്കും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് ഇൻക്രീസ്. പിന്നെ എക്സ് ഇങ്ങനെ കൂടുന്ന പറയുന്നത് ഭയങ്കര സ്പീഡിലാണ് കൂടുന്നത് ഗ്രാഫ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് പറയാം. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഏതൊക്കെ ഗ്രാഫേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ? 2 ഗ്രാഫ്സേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? പോളിനോമിയൽ ഫംഗ്ഷൻസിലെ ഡിഗ്രി 1 ആകുമ്പം ലീനിയർ ആവുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷനിൽ ഡിഗ്രി 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ആവും. ക്വാഡ്രാറ്റിക്കിൻ്റെ ഗ്രാഫ് പാരബോള ആയിരിക്കും. അതിൽ തന്നെ ക്വാഡ്രാറ്റിക്കിലെ x² കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ പാരബോള മുകളിലേക്ക് ഫേസ് ചെയ്യും. x² കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ആ പാരബോള താഴേക്ക് ഫേസ് ചെയ്യും. പിന്നെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് മതി. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനില്ല. ഓക്കെ, റൈറ്റ്, വിൽ സ്റ്റോപ്പ്.